നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആരാണ് ക്രിസ്തുവിൻ്റെ ശത്രുക്കൾ ഈ വിഷയമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 17 മുതലുള്ള വാക്യമാണ്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പി, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയർ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തദാസനാണ് പൗലോസ്. പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു എന്നറിഞ്ഞ് ചില സഹോദരങ്ങൾ പൗലോസിൻ്റെ ആ കുറവ് നികത്താൻ വേണ്ടി സുവിശേഷം ശക്തമായി പ്രസംഗിച്ചു. എന്നാൽ ചിലരാകട്ടെ പൗലോസ് കാരാഗ്രഹത്തിൽ അകപ്പെട്ടു എന്നുള്ള നിഗളത്തിൽ അവരും പ്രസംഗിച്ചു. എന്നിട്ട് അവിടെ പൗലോസ് ആശ്വസിക്കുന്നത്, പോട്ടെ, ദുരഭിമാനത്താലോ ശാഠ്യത്താലോ എന്തിനാലും വായിക്കട്ടെ, ക്രിസ്തുവിനെ അല്ലോ അവർ പ്രസംഗിക്കുന്നു. അതിൽ പൗലോസ് ആശ്വാസം കണ്ടെത്തുക. പൗലോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു കൂട്ടം ജനം വിശ്വസ്തയോടുകൂടി കർത്താവിനെ സേവിച്ചിരുന്നു. എന്നാൽ വേറൊരു കൂട്ടം ജനം കർത്താവിനെ സേവിക്കുന്നത് മറ്റു പല ദുരുദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിനെക്കുറിച്ച് പൗലോസ് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പി. ഒരു അനേക ശുശ്രൂഷകരെന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ട്, അവരെ അനുകരിക്കരുത്, എന്നെ അനുകരിപ്പി. പൗലോസിന് എത്ര തൻ്റെ ഇടമാണ് അത് പറയുവാൻ. എനിക്കോ നിങ്ങൾക്കോ ആ തൻ്റെ ഇടം ഉണ്ടോ? ഉണ്ടാകണം. പൗലോസ് ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്. ക്രിസ്തു എങ്ങനെ ആയിരുന്നുവോ, ക്രിസ്തുവിൻ്റെ ജീവിതം എപ്രകാരമായിരുന്നു, അപ്രകാരം തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത ഭക്തനായൊരു മനുഷ്യൻ തൻ്റെ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. എന്നെ മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുകയും. പൗലോസ് ചില സഹോദരങ്ങളെ ഫിലിപ്പിയ വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിൻ്റെ അതേ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന, പൗലോസിനെ പോലെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന, പൗലോസിനെ പോലെ ക്രിസ്തുവിൻ്റെ തിരുവചനം സത്യസന്ധമായി പ്രസംഗിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകർ, അവരെയും കുറിക്കൊള്ളണം, അവരെയും നിങ്ങൾ ഓർത്തോണം, അവരെയും കുറിച്ചിട്ടോണം. നിങ്ങൾ അവരുടെ ആ മാതൃക, അവരുടെ പര്യവസാനം നിങ്ങൾ കുറിച്ചിട്ടോണം. എന്നെ അനുകരിപ്പീൻ, എൻ്റെ കൂടെ വിശ്വസ്തയോടുകൂടി ദൈവവേല ചെയ്യുന്നവരുടെ സാക്ഷ്യത്തെയും അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ എന്ന് പൗലോസ് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. ആരാണ് ശത്രുക്കൾ? 19-ാമത്തെ വാക്യം. അവരുടെ അവസാനം നാശമാണ്. എന്താ കാരണം? അവരുടെ ദൈവം വയറാണ്. വയറ് ദൈവമോ? അതെ, വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. വയറാണ് അവർക്ക് പ്രധാനം. വല്ലതും വയറ് നിറച്ച് കിട്ടിയാൽ അതിനനുസരിച്ച് അവർ ഉപദേശം മാറ്റും. വയറ് നിറച്ച് എവിടെ കിട്ടുന്നു അവിടെ അവർ സ്തുതി പാടും. കിട്ടാത്തിടത്ത് അവർ മറ്റു പലതും ഘോഷിക്കും. അവരുടെ അവസാനം നാശമാണ്. അവരുടെ ദൈവം ക്രിസ്തുവല്ല, പിന്നെയോ വയറായിരിക്കുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജയായത് കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ ആൾക്കാർ മദ്യപിക്കുമ്പോൾ രഹസ്യത്തിലിരുന്നായിരുന്നു മദ്യപിക്കും. ഇന്ന് കാലം മാറി, ഇന്നെല്ലാം പരസ്യത്തിലായി. അപ്പനും മക്കളും ഇരുന്നും മദ്യപിക്കുന്നു, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു, കുടുംബത്തോട് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു. പണ്ടൊക്കെ ഇത് നാണമായിരുന്നു. അപ്പൻ്റെ മുമ്പിൽ നിന്നൊരു ബീഡി വലിക്കുവാൻ എത്ര ബീഡി വലിയന്മാർക്കും എത്ര മദ്യപാനികൾക്കും നാണമായിരുന്നു. ഇന്ന് ആ കാലഘട്ടമെല്ലാം മാറി. ഹോമോസെക്സ്വൽ നമ്മുടെ നാട്ടിലൊന്നും കേട്ടുകേൾവി പോലുമില്ല, ഇന്ന് പരസ്യമായി. ചെറുക്കനും പെണ്ണും പബ്ലിക്ക് നടക്കുന്നതിനോ അതിനുവേണ്ടി സമരം ചെയ്യുന്നതിനോ നാണമില്ലാതായിരിക്കുന്നു. പണ്ട് മനുഷ്യർ നാണിച്ച പലതും ഇന്ന് മനുഷ്യർക്ക് നാണമേ അല്ല. എല്ലാം അത് അഭിമാനമായി അല്ലേ? പണ്ടൊക്കെ മുടി വെട്ടാതെ നടന്നു കഴിഞ്ഞാൽ നല്ല നാണമായിരുന്നു. സ്വല്പം മുടി വളർന്നു കഴിയുമ്പോൾ, അധികമായ മുടി വളർന്നു കഴിയുമ്പോൾ നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകാൻ മടിക്കും. മുടി വളർന്നു പോയി, വെട്ടാൻ കാശില്ല. ഇന്ന് വലിയ വനം പോലെ പിള്ളേർ മുടിയുമായിട്ട് നടക്കുന്നു. ഭയങ്കര മാനമാണ് അവർക്ക് തോന്നുന്നത്. ഇതെന്താണെന്നൊരു നാണക്കേടെന്ന് ആൾക്കാർ നോക്കുന്നത് അവർക്ക് മാനമായിട്ടൊക്കെ തോന്നുന്നതാണ്. പണ്ട് അപമാനമായിരുന്നത് ഇന്ന് മാനമാണ്. പണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രമൊക്കെ കീറുമ്പോൾ നമുക്ക് വലിയ നാണക്കേടാണ്, പുറത്തിറങ്ങത്തില്ല. ഇന്നോ പുതിയ വസ്ത്രം വാങ്ങിച്ച് കീറിയത് ഇട്ടുകൊണ്ട് നടക്കുന്നത് വളരെ അഭിമാനമാണ്. ഇനി എന്തെല്ലാം നടക്കാൻ പോകുന്നു, എല്ലാം നടക്കേണ്ടത് പോലൊക്കെ നടന്നുകൊണ്ടിരിക്കുക.
എന്നാൽ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നും. തിരുവചനം പറയുന്ന സത്യങ്ങൾ നടന്നേ പറ്റൂ, നടന്നുകൊണ്ടേയിരിക്കും. അവരുടെ ദൈവം വയറാണ്, അവരുടെ ദൈവം ഫാഷനാണ്, അവരുടെ ദൈവം മറ്റു പലതുമാണ്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ലജ്ജയായിരിക്കുന്നത് അവർക്ക് മാനമായി മാറിയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ഏറ്റവും തെറ്റായ ഒരു സംഗതി മാനമായി മാറിയാൽ അവൻ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കും. അവനോട് എത്ര ഉപദേശിച്ചെന്ന് പറഞ്ഞാലും അവൻ ആ മാനത്തിൽ നിന്ന്, അവൻ ധരിച്ചിരിക്കുന്ന മാനത്തിൽ നിന്ന് അവൻ ഒരിക്കലും പുറത്തു വരില്ല. ഈ അവസ്ഥ ഉണ്ടാകുമെന്ന് തിരുവചനം പറയും. അവരുടെ അവസാനം എന്താ? നാശം. ഇങ്ങനെയുള്ളവരുടെ അവസാനം, ദൈവവചനത്തിന് പുറത്തു നിൽക്കുന്നവരുടെ അവസാനം, ദൈവഹിതത്തിന് പുറത്തു നിൽക്കുന്നവരുടെ അവസാനം നാശമാണ്. അവർ ഭൂമിയിലുള്ളതാണ് ചിന്തിക്കുന്നത്. ഭൂമിയിലുള്ളത് നമുക്ക് ആവശ്യമില്ലെന്ന് ദൈവത്തിനും പറഞ്ഞിട്ടില്ല. നമ്മൾ ഭൂമിയിലുള്ള വായു ശ്വസിക്കുന്നു, അല്ലാതെ നമ്മൾ സ്വർഗത്തിൽ പോയി വായു കൊണ്ടുവന്നൊന്നുമില്ല ശ്വസിക്കുന്നു. ഭൂമിയിൽ വരുന്ന സൂര്യപ്രകാശവും ഭൂമിയിലുള്ള വെള്ളവും ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ താമസിച്ചിടത്തോളം കാലം ഭൂമിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണം, വേണ്ടെന്ന് പറയുന്നില്ല. ഭൂമിയുള്ളത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഭൂമിയുള്ളതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ, അത് ശരിക്കും ഒരു പ്രാകൃത അവസ്ഥയാണ്, ജഡിക അവസ്ഥയാണ്. ഭൂമിയിലുള്ളത് മാത്രം കൊണ്ടേ ഒരു ഭക്തന് ജീവിക്കാൻ പറ്റുമോ? അല്ല. യേശുവിനോട് ചോദിച്ചു, ഈ കല്ലെന്ന് അപ്പമാക്കാം. യേശു അപ്പോൾ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം കൊണ്ടും ജീവിക്കും. അവൻ്റെ ഭൗതിക ശരീരം അപ്പം കൊണ്ടാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. ആത്മാവകത്തെ മനുഷ്യൻ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഭൂമിയിലുള്ളത് നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഭൂമിയിലുള്ളതിന് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ ജീവിതം. ഭൂമിയിലുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം, ഭൂമിയിലുള്ള വസ്തുവകൾക്ക് വേണ്ടി മാത്രം, ഭൂമിയിലുള്ള സമ്പത്തിന് വേണ്ടി മാത്രം, ഭൂമിയിലുള്ളതിനു വേണ്ടി മാത്രം, ഭൂമിയിലുള്ള രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ അമ്പേ പരാജയമാണ്. പണ്ട് ഈ ഭൂമിയിൽ അധികാരികളായിരുന്നവർ ഇന്ന് ഒന്നുമല്ലാതായിരിക്കുന്നു. അവർ വെറും സാധാരണക്കാരായി മാറിയിരിക്കുന്നു. ഭൂമിയുടെ അവസ്ഥ ഇതാണ്. ഭൂമിയെ നമുക്ക് എങ്ങനെ ആശ്രയിക്കാൻ പറ്റും? ഇതിലെ സിസ്റ്റത്തെ എങ്ങനെ ആശ്രയിക്കാൻ പറ്റും? ഈ ഭൂമിയാണ് അവരുടെ ദൈവമെങ്കിൽ അവർ ഇതിലേ ആശ്രയിക്കൂ. ലജ്ജയായതാണ് അവർക്ക് ദൈവമെങ്കിൽ അവർ അതിലേ ആശ്രയിക്കൂ. പക്ഷെ അവരെക്കുറിച്ച് ദൈവവചനം പറയുന്നു, അവരുടെ അവസാനം നാശമാണ്. എന്നാൽ ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളോ, എന്നിട്ട് പറയാണ്, നമ്മുടെ പൗരത്വമോ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ശരിയായ നിലയിൽ, വ്യക്തമായ നിലയിൽ നിലനിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മൾ ഭൂമിയിലാണ് പാർക്കുന്നത്. ഭൂമിയിൽ അനേക ആവശ്യങ്ങളുണ്ട്, അത് കർത്താവ് നിർവഹിച്ച് നമുക്ക് തരും. മുമ്പേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിക്കണം, അതോടുകൂടി ഇതൊക്കെ കിട്ടുമെന്നാ, ഭൂമിയിലെ സാധനം കിട്ടുമെന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലെ കാര്യമല്ല. നമ്മൾ കർത്താവിൻ്റെ നാമത്തെ അന്വേഷിക്കുമ്പോൾ, അവിടുത്തെ രാജ്യം അന്വേഷിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം കിട്ടും. യോഹന്നാൻ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിന് ശുഭവും സുഖവുമായിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സുഖവും ശുഭവുമായിരിക്കണം, എല്ലാ മേഖലയും ദൈവം തരും. പക്ഷേ ഈ ഭൂമി തന്നെ മതിയെന്ന്, അല്ല ഇതിലേ മാത്രം മതിയെന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ, അവർ ലജ്ജയായതിൽ പ്രശംസിക്കുകയാണ്. അവരുടെ അവസാനം നാശമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കും. പ്രിയരെ, ആരാണ് യഥാർത്ഥ ആത്മീയ? നിങ്ങൾ ചിന്തിക്കുക. ലജ്ജയായതിൽ അഭിമാനം കൊള്ളുന്നവരാണോ? വയറ് ദൈവമായിരിക്കുന്നവരിലാണോ? ഈ ലോകം ദൈവമായിരിക്കുന്നവരിലാണോ ദൈവത്തിൻ്റെ പ്രസാദം? അല്ല. ക്രിസ്തുവായിരിക്കണം നമ്മുടെ എല്ലാം. യേശുവാണ് നമ്മുടെ രക്ഷകർത്താവ്, യേശുവാണ് നമ്മുടെ കർത്താവ്, യേശുവാണ് നമ്മുടെ ദൈവം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിൽ നമ്മൾ താൽക്കാലികമായി ജീവിക്കുന്നവരാണ്. ഈ ഭൗതിക ശരീരം മൺമയമാകുന്നത് വരെ നാം ഈ ഭൂമിയിലുണ്ടാവും. എന്നാൽ ഈ ഭൗതിക ശരീരത്തിൽ നാം ആയിരിക്കുമ്പോഴും അതിനപ്പുറം ഒരു സ്വർഗീയ ജീവിതത്തിനും നാം എപ്പോഴും യേശുവിനോട് കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗീയമാണ്. ആ പൗരത്വത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലുള്ളതൊക്കെ, ദൈവം അനുവദിച്ചിട്ടുള്ളതൊക്കെ അനുഭവിക്കുക, ആസ്വദിക്കുക. അത് നമ്മുടെ അവകാശമാണ്. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ ചിന്ത അതിലായിരിക്കണം, നമ്മുടെ മനസ്സ് അതിലായിരിക്കണം. കർത്താവ് വരുമ്പോൾ നാം എടുക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നാം ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കാതെ ക്രിസ്തുവിന് മിത്രങ്ങളായി, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മിത്രങ്ങളായി, വചനത്തിൻ്റെ ദാസീദാസന്മാരായി, അടിമകളായി നമുക്ക് ജീവിക്കാം. അങ്ങനെയെങ്കിൽ ക്രിസ്തു വരുമ്പോൾ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയും. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.